ബേസിൽ പീടിക ശ്രീനാരായണ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ MD സ്മൃതി സദസ് സംഘടിപ്പിച്ചു. MD അനുസ്മരണ സദസ് ഡോക്ടർ KK രാജാറാം ഉദ്ഘാടനം ചെയ്തു. എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ വല്ലാതെ നിർബന്ധിച്ചെന്ന അപ്രിയമായ സത്യങ്ങളൊക്കെ ധൈര്യത്തിൽ പറയുന്ന ഒരാളാണ്. എന്താണ് എന്റെ പ്രശസ്തി എന്ന് ഒരിക്കലും നോക്കാത്തൊരു മനുഷ്യൻ. പുസ്തകം നല്ലതാണെന്നൊരു വാക്കും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ മകളുടെ കുട്ടിക്ക് അസുഖമൊക്കെ വരുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുകയാണ് എന്നാണ് പ്രകാശ ചടങ്ങിൽ പറയുന്നത്. ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു, ആരെന്ത് വിചാരിക്കുന്നുള്ള തോന്നല് അദ്ദേഹം ഒരിക്കലും ജീവിതത്തിൽ സൂക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് വിമർശനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പത്മനാഭൊക്കെ നമുക്ക് വാസുദേവൻ എന്നായിരുന്നുള്ള പേരും വാസുദേവൻ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. വരേണ്യ സജീവൻ അധ്യക്ഷത വഹിച്ചു. 1964-65 കാലഘട്ടത്തില് തന്റെ സ്വന്തം കഥയായിട്ടുള്ള മുറപ്പെണ്ണിന് തിരക്കഥ എഴുതിയാണ് MT ആദ്യമായിട്ട് സിനിമാ ലോകത്തേക്ക് എത്തുന്നത് തന്നെ. നീർമാല്യം എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിക്കുന്നത് തന്നെ. MT എഴുത്തും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സംവാദത്തിൽ ശിവദ VR, ഉഷ കരുണാകരൻ, ജിഷ രമേശ്, ലസിത പ്രകാശ്, പ്രസീത K, തങ്കമണി എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ആവണി VR സ്വാഗതവും രതി മുരളീധരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് MT സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതാഞ്ജലിക്ക് അജയൻ ഗാനാഞ്ജലി നേതൃത്വം നൽകി. പ്രദീപൻ നാമത്ത്, പ്രേമൻ എന്നിവർ പിന്നണി സംഗീതം നൽകി. പ്രദേശത്തെ നിരവധി ഗായകർ ഗാനാലാപനം നടത്തി. നവീകരിച്ച ലൈബ്രറിയുടെ പുസ്തക വിതരണം ഗോവിന്ദൻ മാസ്റ്റർ വിവന്റോക്ക് നൽകി നിർവഹിച്ചു. MTയുടെ അനുസ്മരണ വേളയിൽ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് ഓർമ്മകളിലേക്ക്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളിയായ എഴുത്തുകാരൻ. 1933 കൂടല്ലൂരിൽ ജനനം. ിലൊക്കെ വളരെ പ്രശസ്തനായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ചലച്ചിത്ര രംഗത്തും സാഹിത്യ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയായ MT എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. MTയുടെ കഥകളിൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത് എന്നതാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അല്ലെങ്കിൽ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ MTയുടെ നാലുകെട്ടും മഞ്ഞും അസുരവിത്തൊക്കെ വായിച്ചിട്ടുള്ളവർ തന്നെയാണ് എല്ലാവരും. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചില കഥാപാത്രങ്ങൾ, ചില കഥാമുഹൂർത്തങ്ങൾ മാത്രമേ മനസ്സിൽ ഓർമ്മയുണ്ടാവുള്ളൂ. അല്ലാതെ അതിന്റെ ആ ഒരു തീവ്രതയിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റാറില്ല. പക്ഷെ മഞ്ഞ് എന്ന ഒരു പുസ്തകം അത് നോവലല്ല, ശരിക്കും നോവലയാണ് എന്നാണ് ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. നോവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലിന്റെ അത്രയും വിസ്താരമില്ലാത്ത, ഇപ്പൊ നമ്മളിപ്പോ ഒരു കഥ, ചെറുകഥ എന്ന് പറയുന്ന പോലെ കഥയാവുമ്പോൾ കുറെ കഥാപാത്രങ്ങള്, കഥാസന്ദർഭങ്ങളൊക്കെ ഉള്ളതാണ് കഥ. എന്നാൽ ചെറുകഥയില് അത്രയും വിശാലമായ ഒരു സ്പേസ് ഉണ്ടാവില്ല. അതില് കുറച്ചുകൂടി സംക്ഷിപ്തമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുണ്ടാവുക. മണിക്കേതമാ
സമഗ്ര ന്യൂസ് പാനൂർ.